നമസ്കാരം. ടീം മലയാളത്തിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ ഡിവിഡൻഡ് ഓഹരികളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയുടെ പങ്കുവെക്കുന്നത്. അതായത് ജൂൺ 9 മുതൽ 13 വരെയുള്ള പുതിയ വ്യാപാര ആഴ്ചയിൽ 29 ലിസ്റ്റഡ് കമ്പനികളാണ് നിക്ഷേപകർക്കായിട്ടുള്ള ലാഭവിഹിതം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ 5 വീതം ടാറ്റ ഗ്രൂപ്പ്, അദാനി ഗ്രൂപ്പ് കമ്പനികളുമുണ്ട്. 20 പൈസ മുതൽ 75 രൂപ വരെയുള്ള പ്രതി ഓഹരി ഡിവിഡൻഡ് തുക നിക്ഷേപകർക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ അനൗൺസ് ചെയ്തിട്ടുള്ള ഓഹരികളാണിവ. അപ്പോൾ ഇതിൽ എക്സ് ഡിവിഡൻഡ് തീയതിയും റെക്കോർഡ് തീയതിയുമാണ് നിക്ഷേപകർ ശ്രദ്ധിക്കാനുള്ള. എക്സ് ഡിവിഡൻഡ് തീയതി എന്ന് പറയുമ്പോൾ ആ കോർപ്പറേറ്റ് നടപടി, അതായത് ഡിവിഡൻഡ് നൽകിയതിൻ്റെ ഓഹരി വിലയെ തട്ടിക്കിഴിക്കുന്ന ഒരു എക്സ് ഡേറ്റ് എന്ന് പറയുന്ന അതായത് കോർപ്പറേറ്റ് നടപടിയുടെ പ്രതിഫലനം ഓഹരി വിലയിൽ ഉണ്ടാകുന്ന ദിവസമാണ് എക്സ് ഡേറ്റ്. റെക്കോർഡ് തീയതിയിൽ കമ്പനിയുടെ ഒഫീഷ്യൽ റെക്കോർഡ്സിൽ പേരുള്ള നിക്ഷേപകർക്കായിരിക്കും അതിൻ്റെ ഒരു തുക വിതരണം ചെയ്യുമ്പോൾ, ഡിവിഡൻഡ് തുക വിതരണം ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ എക്സ് ഡിവിഡൻഡ് തീയതിയുടെ തലേദിവസമെങ്കിലും ഓഹരി കൈവശം ഉള്ളവർക്കായിരിക്കാം, അതായത് നിലവിൽ നിക്ഷേപകരല്ല പുതിയ മേടിക്കുന്നവരാണെങ്കിലാണ് ഇത്തരമൊരു ഡിവിഡൻഡിനുള്ള അർഹത റെക്കോർഡ് തീയതിയിൽ കൈവരികയുള്ളൂ. അപ്പം ഇതൊരു ഡിവിഡൻഡ് മാത്രം ലക്ഷ്യമിട്ട് ഓഹരികൾ പരിഗണിക്കാൻ വേണ്ടി സൂചിപ്പിക്കുന്ന ഒരു വീഡിയോ അല്ല ഇത്, മറിച്ച് കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നൽകുന്നത് മാത്രമാണ്. അപ്പോൾ ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ ആഴ്ചയിലെ 29 ലിസ്റ്റഡ് കമ്പനികളിൽ 8 എണ്ണമാണ് അല്ലെങ്കിൽ 8 ഓഹരികളിലാണ് പ്രതി ഓഹരി 10 രൂപയിലധികം വീതം നിക്ഷേപകർക്ക് ലാഭവിഹിതം ലഭിക്കുന്നത്. ഇതിലും 3 എണ്ണം ടാറ്റ ഓഹരികളുണ്ട്. അതിൽ ഒരെണ്ണം പൊതുമേഖലാ ബാങ്കുമാണ്. നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ 3 സ്മോൾ ക്യാപ്പ് ഓഹരികളാണെന്ന് നമുക്ക് ശ്രദ്ധേയമായി തോന്നുന്നു. അപ്പോൾ ഈ ആഴ്ചയിൽ, അതായത് വരുന്ന പുതിയ വ്യാപാര ആഴ്ചയിൽ പ്രതി ഓഹരി 10 രൂപയിലധികം നൽകുന്ന ഡിവിഡൻഡ് നൽകുന്ന ഓഹരികളെ നമുക്ക് ആദ്യം നോക്കാം. ഇതിൽ ജോൺസൺ കൺട്രോൾസ് ഹിറ്റാച്ചി എയർ കണ്ടീഷൻസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന ഓഹരി ഫൈനൽ ഡിവിഡൻഡ് ഇടയിൽ 15 രൂപയാണ് നിക്ഷേപകർക്ക് നൽകുന്നത്. ഇതിൻ്റെ റെക്കോർഡ് തീയതിയും എക്സ് ഡേറ്റും ജൂൺ 10 ആണ്. 1730 രൂപ നിലവാരത്തിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു ഓഹരിയാണ്. ഇത് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കും കൂടിയാണ്. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഉണ്ട്. ഫൈനൽ ഡിവിഡൻഡ് ഇനത്തിൽ 27 രൂപയാണ് നിക്ഷേപകർക്ക് ഈ ആഴ്ചയിൽ നൽകുന്നത്. അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് അല്ലെങ്കിൽ എക്സ് ഡേറ്റും ജൂൺ 10 ആണ്. 6828 രൂപ നിലവാരത്തിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന മിഡ് ക്യാപ് സ്റ്റോക്കാണിത്. ടാറ്റ ഗ്രൂപ്പ് ഓഹരിയാണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ പെയിൻറ്റ്സ് ഉണ്ട്. അത് ഫൈനൽ ഡിവിഡൻഡ് ഇനത്തിൽ 20 രൂപ 55 പൈസ വീതം നിക്ഷേപകർക്ക് അല്ലെങ്കിൽ ഒരു ഓഹരിക്ക് നൽകുന്നുണ്ട്. ജൂൺ 10 ആണ് ഇതിൻ്റെയും റെക്കോർഡ് തീയതി എന്ന് പറയുന്നത്. 2245 രൂപ നിലവാരത്തിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ലാർജ് ക്യാപ്പ് ഓഹരിയാണ്. ഇന്ത്യയിലെ മുൻനിര പെയിൻറ്റ് കമ്പനിയുമാണ് ഏഷ്യൻ പെയിൻറ്റ്സ്. പിന്നീടുള്ളത് ഇന്ത്യൻ ബാങ്കാണ്, പബ്ലിക് സെക്ടറിലുള്ള ബാങ്കാണ്. ഫൈനൽ ഡിവിഡൻഡ് ഇനത്തിൽ 16.25 രൂപ 25 പൈസ വീതമാണ് നിക്ഷേപകർക്ക് നൽകുന്നത്. ജൂൺ 10 ആണ് ഇതിൻ്റെ എക്സ് ഡേറ്റും റെക്കോർഡ് ഡേറ്റുമായിട്ട് വരുന്നത്. 634 രൂപ നിലവാരത്തിൽ വ്യാപാരം ചെയ്യപ്പെടുന്ന ഒരു മിഡ് ക്യാപ്പ് ബാങ്കിങ് സ്റ്റോക്കാണിത്. പിന്നീട് നോക്കുകയാണെങ്കിൽ ടാറ്റ ലെക്സിയാണ്. ടാറ്റ ഗ്രൂപ്പ് ഓഹരിയാണിത്. ഗ്ലോബലി തന്നെ അറിയപ്പെടുന്ന ഒരു ടെക്നോളജി കമ്പനി കൂടിയാണ്. ഫൈനൽ ഡിവിഡൻഡ് ഇനത്തിൽ 75 രൂപയാണ് നൽകുന്നത്. ജൂൺ 11 ആണ് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ്. 6473 രൂപ നിലവാരത്തിൽ വ്യാപാരം ചെയ്യപ്പെടുന്ന മിഡ് ക്യാപ് സ്റ്റോക്കാണ് ടാറ്റ ലെക്സി. അപ്പോൾ ഈ ആഴ്ചയിൽ നിക്ഷേപകർക്ക് ഏറ്റവും ഉയർന്ന പ്രതി ഓഹരി ലാഭവിഹിതം നൽകുന്ന ഓഹരി കൂടിയാണിത്. പിന്നീടുള്ളത് ടാറ്റ കെമിക്കൽസ് ആണ്. ഫൈനൽ ഡിവിഡൻഡ് ഇനത്തിൽ 15 രൂപ വീതം നിക്ഷേപകർക്ക് നൽകുന്നുണ്ട്. ജൂൺ 12 ആണ് ഇതിൻ്റെ ഒരു റെക്കോർഡ് ഡേറ്റ്. 934 രൂപ നിലവാരത്തിൽ ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്ന ഒരു മിഡ് ക്യാപ് സ്റ്റോക്കാണിത്. പിന്നീട് പറയുകയാണെങ്കിൽ പിരാമൽ എൻ്റർപ്രൈസസ് ഉണ്ട്. ഒരു NBFC കമ്പനിയാണ്. സ്മോൾ ക്യാപ്പ് ഭാഗത്തു നിന്നുള്ള സ്റ്റോക്കാണ്. ഫൈനൽ ഡിവിഡൻഡ് ഇനത്തിൽ 11 രൂപയാണ് നൽകുന്നത്. ജൂൺ 13 ആണ് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ്. 1271 നിലവാരത്തിലാണ് ഇപ്പോൾ ഇത് വ്യാപാരം ചെയ്യപ്പെടുന്നത്, പിരാമൽ എൻ്റർപ്രൈസസ്. പിന്നീട് ഉള്ളത് ശാരദ മോട്ടോഴ്സ് ഇൻഡസ്ട്രീസ് ആണ്. ഫൈനൽ ഡിവിഡൻഡ് ഇനത്തിൽ 32 രൂപ 50 പൈസ വീതം നിക്ഷേപകർക്ക് നൽകുന്നു, അല്ലെങ്കിൽ ഓരോ ഓഹരിയിൽ നൽകുന്നു. ജൂൺ 13 ആണ് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ്. 1927 രൂപ നിലവാരത്തിലാണ് ഈ സ്മോൾ ക്യാപ്പ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. അപ്പം ഈ 8 എണ്ണമാണ്. അത് ജോൺസൺ കൺട്രോൾസ് ഹിറ്റാച്ചി എയർ കണ്ടീഷൻസ് ഇന്ത്യ ലിമിറ്റഡ്, ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ, ഏഷ്യൻ പെയിൻറ്റ്സ്, ഇന്ത്യൻ ബാങ്ക്, ടാറ്റ ലെക്സി, ടാറ്റ കെമിക്കൽസ്, പിരാമൽ എൻ്റർപ്രൈസസ്, ശാരദ മോട്ടോർ ഇൻഡസ്ട്രീസ് തുടങ്ങിയ 8 ഓഹരികളാണ് ഈ ആഴ്ചയിൽ ജൂൺ 9 മുതൽ 13 വരെയുള്ള പുതിയ വ്യാപാര ആഴ്ചയിൽ നിക്ഷേപകർക്ക് പ്രതി ഓഹരി ലാഭവിഹിതം 10 രൂപയിലധികം നൽകുന്ന ഓഹരികളുള്ളത്. ഇനി നമുക്ക് ഈ ആഴ്ചയിൽ ഇവിടെ നൽകുന്ന ടാറ്റ ഗ്രൂപ്പ് ഓഹരികളെ കുറിച്ച് വിശദമായി നോക്കുകയാണെങ്കിൽ ഈ ആഴ്ചയിൽ 5 ടാറ്റ ഗ്രൂപ്പ് ഓഹരികളാണ് ഡിവിഡൻഡ് നൽകുന്നത്. നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇതിൽ ആദ്യത്തെ ഓഹരി എന്ന് പറയുന്നത് നെൽക്കോയാണ്. ഒരു ഇലക്ട്രോണിക് കമ്പനിയാണ്. ടാറ്റ പവറിൻ്റെ സബ് കമ്പനിയാണ്. വിസാറ്റ് കണക്ടിവിറ്റി, സാറ്റ്കോം പ്രോജക്ട്സ്, ഇൻ്റഗ്രേറ്റഡ് സെക്യൂരിറ്റി ആൻഡ് സർവൈലൻസ് സൊല്യൂഷൻസ് ഒക്കെ നൽകുന്ന ഒരു കമ്പനിയാണിത്. അപ്പോൾ ഈ പ്രതി ഓഹരി 1 രൂപ വീതമാണ് ഫൈനൽ ഡിവിഡൻഡ് ഇനത്തിൽ നിക്ഷേപകർക്ക് നൽകുന്ന. ജൂൺ 9 ആണ്, അതായത് നാളെയാണ് ഇതിൻ്റെ ഒരു എക്സ് ഡേറ്റ് അല്ലെങ്കിൽ റെക്കോർഡ് ഡേറ്റ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ടുള്ള ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷനാണ്. നേരത്തെയും സൂചിപ്പിച്ച കൂട്ടത്തിലുണ്ടായിരുന്നതാണ്. ഒരു ഡൈവേഴ്സിഫൈഡ് NBFC, നോൺ ബാങ്കിങ് ഫിനാൻസ് ഒരു കമ്പനിയാണിത്.
ടാറ്റ ഗ്രൂപ്പ് കമ്പനികളാണ് മുഖ്യമായി നിക്ഷേപിക്കുന്ന ലിസ്റ്റഡ് അൺലിസ്റ്റഡ് കമ്പനികളിലൊക്കെ ഓഹരികൾ നിക്ഷേപിക്കുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിലൊക്കെ നിക്ഷേപിക്കുന്ന കമ്പനിയാണിത്. അപ്പോൾ ജൂൺ 10 ഇതിൻ്റെ ഒരു എക്സ് ഡേറ്റും റെക്കോർഡ് ഡേറ്റും എന്ന് പറയുന്നത് 27 രൂപ വീതമാണ് ഇതിൻ്റെ ഒരു പ്രതി ഓഹരി ഡിവിഡൻഡ് നൽകുന്നത്. നിലവിൽ 6828 നിലവാരത്തിലാണ് ഈ മിഡ് ക്യാപ് സ്റ്റോക്ക്, അതായത് ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ വ്യാപാരം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇനി മൂന്നാമത്തെ ഈ ടാറ്റ ഡിവിഡൻഡ് ഓഹരി ഈ ആഴ്ചയിൽ നോക്കുകയാണെങ്കിൽ ഉള്ളത് ടാറ്റ എലക്സിയാണ്. നേരത്തെ സൂചിപ്പിച്ച കമ്പനിയാണ്, ഒരു ഗ്ലോബൽ ഡിസൈൻ ആൻഡ് ടെക്നോളജി സർവീസസ് കമ്പനിയാണ്. ഇനി ഓട്ടോമോട്ടീവ്, ബ്രോഡ്കാസ്റ്റ്, കമ്മ്യൂണിക്കേഷൻസ്, ഹെൽത്ത് കെയർ, ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയ മേഖലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈൻ ടെക്നോളജി സർവീസസുകളൊക്കെ നൽകുന്ന ഒരു ടാറ്റ ഗ്രൂപ്പ് കമ്പനിയാണ് ടാറ്റ എലക്സി. അപ്പോൾ ജൂൺ 11 ഈ ഇത്തവണത്തെ ഡിവിഡൻറ്റിൻ്റെ എക്സ് ഡേറ്റും റെക്കോർഡ് ഡേറ്റുമായിട്ട് കമ്പനി നിശ്ചയിച്ചിട്ടുള്ളത്. 75 രൂപ വീതമാണ് ഓരോ ഓഹരിക്ക് നൽകുന്നത്. 6473 നിലവാരത്തിലാണ് ഈ ഓഹരി ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്നത്. മിഡ് ക്യാപ് സ്റ്റോക്കാണ്. ഇതിൽ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സമീപ വർഷങ്ങളിൽ പ്രതി ഓഹരി ഡിവിഡൻഡ് തുകയിൽ ക്രമാനുഗതമായ വർധന ടാറ്റ എലക്സി പ്രകടമാക്കുമെന്നുള്ള പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. അപ്പോൾ കമ്പനിയുടെ വളർച്ചയ്ക്കും വരുമാന വളർച്ചയ്ക്കും ആദായത്തിൻ്റെ വളർച്ചയ്ക്കും അനുസരിച്ച് ഓഹരി നിക്ഷേപകർക്കും പ്രതിയോഹരി ഇനത്തിലുള്ള ആ ഒരു തുക, ഡിവിഡൻഡ് തുക വർദ്ധിക്കുന്നു എന്നുള്ളത് നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. നാലാമതായിട്ടുള്ളത് ടാറ്റ കെമിക്കൽസ് ആണ്. നേരത്തെ സൂചിപ്പിച്ച കൂട്ടത്തിലുണ്ടായിരുന്നതാണ്. ജൂൺ 12 ഇതിൻ്റെ എക്സ് ഡേറ്റും റെക്കോർഡ് ഡേറ്റും. 11 രൂപയാണ് ഒരു ഓഹരിക്ക് ടാറ്റ കെമിക്കൽസ് തവണ നൽകുന്നത്. കെമിക്കൽസ്, ക്രോപ്പ് പ്രൊട്ടക്ഷൻ, സ്പെഷ്യാലിറ്റി കെമിക്കൽസ്, സോഡാഷ് നിർമ്മാണത്തിലേക്ക് ഗ്ലോബലി തന്നെ മുൻനിര നിൽക്കുന്ന ഒരു കമ്പനിയാണ് ടാറ്റ കെമിക്കൽസ്. 934 രൂപയിലാണ് ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്നത്. മിഡ് ക്യാപ് വിഭാഗത്തിൽ നിന്നുള്ള ഓഹരിയാണ്. പിന്നീടുള്ള ട്രെൻഡാണ്, അതായത് ഈ ആഴ്ചയിൽ ഡിവിഡൻഡ് നൽകുന്ന 5ാമത്തെ ടാറ്റ ഗ്രൂപ്പ് കമ്പനിയാണ്, അല്ല ഓഹരിയാണ് ട്രെൻഡ്. ടാറ്റ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഫാഷൻ ലൈഫ് സ്റ്റൈൽ റീറ്റെയിൽ കമ്പനിയാണിത്. സൂഡിയോ, വെസ്റ്റ് സൈഡ്, സൂഡിയോ, ഉത്സാഹൊക്കെ പോലുള്ള ബ്രാൻഡുകൾ ഈ ട്രെൻഡിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പ്രതി ഓഹരി 5 രൂപ വീതമുള്ള ഫൈനൽ ഡിവിഡൻഡാണ് ഈ ആഴ്ച നൽകുന്നത്. ഇതിനുള്ള റെക്കോർഡ് ഡേറ്റ് അല്ല എക്സ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 12 ആകുന്നു. 5777 രൂപ നിലവാരത്തിലാണ് ഇപ്പോൾ ഈ ട്രെൻഡ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. ലാർജ് ക്യാപ് ഭാഗത്തിലെ ഓഹരിയാണ്. സമീപ വർഷങ്ങളിൽ പ്രതി ഓഹരി ഡിവിഡൻഡ് തുകയിൽ നേരത്തെ ടാറ്റ എലക്സിനെ സൂചിപ്പിച്ച പോലെ ഒരു പ്രതി ഓഹരി ഡിവിഡൻഡ് തുകയിൽ സമീപ വർഷങ്ങളിൽ ക്രമാനുഗത വർധന പ്രകടമാണ്. പക്ഷേ ഓഹരിയുടെ വിപണി വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ അതൊരു ചെറുതായി പോയെന്നുള്ളതാണ് എൻ്റെ ഒരു പോരായ്മയായിട്ട് തോന്നുന്നത്. കാരണം 5777 രൂപ നിലവാരത്തിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു ഓഹരിയാണ് ട്രെൻഡ് ലിമിറ്റഡ്. ഇനി ഈ ആഴ്ചയിലെ അദാനി ഗ്രൂപ്പ് ഓഹരികൾ, ഡിവിഡൻഡ് നൽകുന്ന അദാനി ഗ്രൂപ്പ് ഓഹരികൾ 5 തന്നെയാണുള്ളത്. ഇതിൽ ആദ്യത്തെ ACC ആണ്. ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു സിമൻറ്റ് കമ്പനിയാണിത്. അപ്പോൾ 1-2 വർഷം മുന്നേ ആണത് അദാനി ഗ്രൂപ്പിൻ്റെ കൈകളിലേക്ക് ഈ ഒരു കമ്പനി എത്തിച്ചേർന്നത്. അപ്പോൾ പ്രതി ഓഹരി 7.5 രൂപ വീതം ആണ് നിക്ഷേപകർക്ക് ഡിവിഡൻഡ് ഇനത്തിൽ നൽകുന്നത്. ഇതിൻ്റെ ഒരു എക്സ് ഡേറ്റും റെക്കോർഡ് ഡേറ്റും എന്ന് പറയുന്നത് ജൂൺ 13 1904 രൂപ നിലവാരത്തിലാണ് ഇപ്പോൾ ACC വ്യാപാരം ചെയ്യപ്പെടുന്നത്. മിഡ് ക്യാപ് സ്റ്റോക്കാണ്. പ്രധാനമായിട്ട് സിമെൻറ്റ്, റെഡി മിക്സ് കോൺക്രീറ്റ് ഒക്കെ ആണ് ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ അദാനി ഓഹരി എന്ന് പറയുന്നത് അദാനി എൻ്റർപ്രൈസസ് ആണ്. അദാനി ഗ്രൂപ്പിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് കമ്പനിയാണ് അദാനി എൻ്റർപ്രൈസസ്. പ്രധാനമായും മൈനിങ്ങിൽ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇവർ ശ്രദ്ധയൂന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ പുതിയ അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള പുതിയ സംരംഭങ്ങളുടെ ഒരു ഇൻക്യുബേറ്ററായിട്ടും പ്രവർത്തിക്കുന്ന കമ്പനിയാണിത്. ഇപ്പം നമുക്കിപ്പോൾ അറിയപ്പെടുന്ന ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന പല അദാനി ഗ്രൂപ്പ് കമ്പനികൾ ഒരു സമയത്ത് അദാനി എൻ്റർപ്രൈസസിൻ്റെ ഒരു സബ് കമ്പനിയായിട്ട് വന്നതാണ്. ഇപ്പോൾ അദാനി പവർ ആയാലും, അദാനി ട്രാൻസ്മിഷൻ ആയാലും, അദാനി പോർട്ട് ആയാലും, അദാനി ഗ്യാസ്, ഇപ്പോൾ അദാനി ടോട്ടൽ ഗ്യാസ്, അദാനി വിൽമറൊക്കെ, അദാനി ഗ്രീൻ എനർജി ഒക്കെ ഈ അദാനി എൻ്റർപ്രൈസസിൻ്റെ കീഴിൽ വളർന്ന് പിന്നീട് സ്വന്തം നിലയിൽ ഇപ്പോൾ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്ന കമ്പനികളാണ്. അപ്പോൾ ഈ അദാനി എൻ്റർപ്രൈസസ് ഈ ആഴ്ച ₹1.30 വീതമാണ് ഒരു ഓഹരിക്ക് ഡിവിഡൻഡ് നൽകുന്നത്. ഇതിൻ്റെ എക്സ് ഡേറ്റ് റെക്കോർഡ് ഡേറ്റ് ജൂൺ 13 ആകുന്നു. അപ്പോൾ നിലവിൽ 2534 രൂപ നിലവാരത്തിലാണ് ഈ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. ലാർജ് ക്യാപ് വിഭാഗത്തിലുള്ള ഓഹരിയാണിത്. പിന്നീടുള്ള മൂന്നാമത്തെ അദാനി ഗ്രൂപ്പ് ഓഹരി ഇത്തവണ ലാഭവിഹിതം നൽകുന്നത് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്നുള്ളതാണ്. പ്രതി ഓഹരി 7 രൂപ വീതമാണ് അദാനി ഗ്രൂപ്പ് ഈ അദാനി ഓഹരി ഡിവിഡൻഡ് നൽകുന്നത്. ജൂൺ 13 ഇതിൻ്റെ എക്സ് ഡേറ്റും റെക്കോർഡ് ഡേറ്റും എന്ന് പറയുന്നത്. വിഴിഞ്ഞം ഇന്ത്യയിലെ ലാർജസ്റ്റ് ഒരു പോർട്ട് ഓപ്പറേറ്ററാണ്. നമ്മുടെ കേരളത്തിലുള്ള വിഴിഞ്ഞം പോർട്ടിൻ്റെയും നടത്തിപ്പുകാരും അദാനി ഗ്രൂപ്പ് തന്നെയാണ്. ഇപ്പോൾ ലാർജ് ക്യാപ്പ് ഓഹരിയാണ്. 1572 രൂപ നിലവാരത്തിലാണ് ഇപ്പോൾ ഈ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. പിന്നീട് നോക്കുകയാണെങ്കിൽ അംബുജ സിമെൻറ്റ്സ് ആണ്.
ACCയോടൊപ്പം തന്നെ അദാനി ഗ്രൂപ്പിലെ കൈകളിലേക്ക് എത്തിച്ചേർന്നൊരു ഇന്ത്യയിലെ ലീഡിംഗ് സിമെൻറ്റ് കമ്പനിയാണിത്. ലാർജ് വിഭാഗത്തിലുള്ള ഓഹരിയാണ്. 555 രൂപ നിലവാരത്തിലാണ് ഇപ്പോൾ ഇത് വ്യാപാരം ചെയ്യപ്പെടുന്നത്. പ്രതി ഓഹരി 2 രൂപ വീതമാണ് അംബുജ സിമെൻറ്റ്സിൻ്റെ നിക്ഷേപകർക്ക് ഫൈനൽ ഡിവിഡൻഡ് നൽകുന്നത്. ഇതിൻ്റെ എക്സ് ഡിവിഡൻഡ് റെക്കോർഡ് ഡേറ്റ് ജൂൺ 13 തന്നെയാകുന്നു. അതേപോലെയുള്ള അദാനി ടോട്ടൽ ഗ്യാസാണ്. ഇതിൻ്റെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് പ്രതി ഓഹരി 25 പൈസ വീതമാണ്. എക്സ് ഡേറ്റ് റെക്കോർഡ് ഡേറ്റ് ജൂൺ 13 ഡിവിഡൻഡ് നൽകുന്നതിൻ്റെ ഭാഗമായുള്ള എക്സ് ഡേറ്റും റെക്കോർഡ് ഡേറ്റും ജൂൺ 13 ആകുന്നു. അദാനി ഗ്രൂപ്പും ടോട്ടൽ എനർജി ഫ്രാൻസിൻ്റെ കമ്പനിയാണ്, തമ്മിലുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയാണ്. സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സുകളിലാണ് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ലാർജ് വിഭാഗത്തിലുള്ള ഓഹരിയാണ്. 680 രൂപ നിലവാരത്തിലാണ് അദാനി ടോട്ടൽ ഗ്യാസ് ഓഹരി ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ 5 അദാനി ഗ്രൂപ്പ് ഓഹരികൾ നോക്കുമ്പോൾ അദാനി പോർട്ടാണ് പ്രതി ഓഹരി 7 രൂപ വീതം നൽകുന്ന അദാനി പോർട്ടാണ്. ACC ആണ് 7 രൂപ വീതം നൽകുന്ന ACC ആണ് അദാനി ഗ്രൂപ്പ് ഓഹരികൾ. പ്രതി ഓഹരി കണക്കിൽ നോക്കുമ്പോൾ ഏറ്റവും ഉയർന്ന ഡിവിഡൻഡ് തുക നൽകുന്നത്. പിന്നെ ഇതിൽ പരാമർശിക്കാത്ത ടാറ്റ ഗ്രൂപ്പിൻ്റെയും അദാനി ഗ്രൂപ്പിൻ്റെയും നേരത്തെ സൂചിപ്പിച്ച പോലെ 10 രൂപയിലധികം നൽകുന്ന ഡിവിഡൻഡ് ഓഹരികളുടെയും ഒക്കെ മാറ്റി നിർത്തിയാൽ ഇനി ഈ പറഞ്ഞതിലൊന്നും പരാമർശിക്കാത്ത എന്നാൽ ഈ ആഴ്ച ഡിവിഡൻഡ് നൽകുന്ന മറ്റു ഓഹരികളുമുണ്ട്. ഒരു പറ്റം ഓഹരികളുണ്ട്. അതിൽ ഒന്നാമത്തെ JK സിമെൻറ്റ്സ് ആണ്. പ്രതി ഓഹരി 6 രൂപ വീതമാണ് നിക്ഷേപകർക്ക് നൽകുന്നത്. ഇതിൻ്റെ എക്സ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 12 815 രൂപ നിലവാരത്തിലാണ് ഇപ്പോൾ ഈ JK ലക്ഷ്മി സിമെൻറ്റ്സ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. പിന്നീടുള്ള അബാൻഡൻ ലിമിറ്റഡ് ആണ്. 20 പൈസയാണ് പ്രതി ഓഹരി 20 പൈസ വീതമാണ് നിക്ഷേപകർക്ക് ലാഭവിഹിതം നൽകുന്നത്. ജൂൺ 12 ഇതിൻ്റെ എക്സ് ഡേറ്റ് 171 രൂപ നിലവാരത്തിലാണ് അവാൻഡിൽ ഓഹരി ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്നത്. പിന്നീടുള്ള ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. 85 പൈസയാണ് ഒരു ഓഹരിക്ക് ലാഭവിഹിതം നൽകുന്നത്. ജൂൺ 12 ഇതിൻ്റെ ഒരു എക്സ് ഡേറ്റ് 636 രൂപ നിലവാരത്തിലാണ് ICICI പ്രൊഡൻഷ്യൽ ഓഹരി ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്നതും. പിന്നീടുള്ള SMC ഗ്ലോബൽ സെക്യൂരിറ്റീസ് ആണ്. ഓരോ ഓഹരിക്ക് 1 രൂപ 20 പൈസ വീതമാണ് ലാഭവിഹിതം നൽകുന്നത്. ജൂൺ 13 ഇതിൻ്റെ എക്സ് ഡേറ്റ് 118 രൂപയിലാണ് ഈ SMC ഗ്ലോബൽ സെക്യൂരിറ്റീസ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. പിന്നീടുള്ളത് BCPL റെയിൽവേ ഇൻഫ്രാ ലിമിറ്റഡ് എന്ന കമ്പനി ഓഹരിയാണ്. ഓഹരി ഒന്നിന് 1 രൂപ വീതമാണ് ലാഭവിഹിതം നൽകുന്നത്. ജൂൺ 13 ഇതിൻ്റെ ഒരു എക്സ് ഡേറ്റ് 94 രൂപ 65 പൈസയിലായിരുന്നു വെള്ളിയാഴ്ച ഈ ഓഹരി ക്ലോസ് ചെയ്തത്. പിന്നെയുള്ള അപ്കോടെക്സ് ഇൻഡസ്ട്രീസ് ആണ്. 4 രൂപ വീതമാണ് ഒരു ഓഹരിക്ക് ലാഭവിഹിതം നൽകുന്നത്. ജൂൺ 13 ഇതിൻ്റെ എക്സ് ഡേറ്റ് 375 രൂപ നിലവാരത്തിൽ വ്യാപാരം ചെയ്യപ്പെടുന്ന ഒരു സ്മോൾ ക്യാപ്പ് ഓഹരിയാണിത്. പിന്നീടുള്ളത് ഇൻഡിജൻ ലിമിറ്റഡ് ആണ്. ഓഹരി എന്നതിന് 2 രൂപ വീതം ലാഭവിഹിതം നൽകുന്നു. ജൂൺ 13 എക്സ് ഡേറ്റ് 581 രൂപ നിലവാരത്തിലാണ് ഇൻഡിജൻ ലിമിറ്റഡ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. പിന്നീടുള്ളത് എയിംകോ ഇലിക്കോൺ ഇന്ത്യ എന്ന ഓഹരിയാണ്. ഒരു ഓഹരിക്ക് പ്രതി ഓഹരി 5 രൂപ വീതം എയിംകോ ഇലിക്കോൺ ഇന്ത്യ ലിമിറ്റഡ് ഡിവിഡൻഡ് നൽകുന്നു. ജൂൺ 13 ഇതിൻ്റെ ഒരു എക്സ് ഡേറ്റ് 2558 രൂപ നിലവാരത്തിലാണ് ഈ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. എലിക്കോൺ എഞ്ചിനീയറിംഗ് ഓഹരി ആകട്ടെ 1 രൂപ വീതം നിക്ഷേപകർക്ക് ലാഭവിഹിതം നൽകുന്നു. ജൂൺ 13 ഇതിൻ്റെ എക്സ് ഡേറ്റ് 694 രൂപ നിലവാരത്തിലാണ് എലിക്കോൺ എഞ്ചിനീയറിംഗ് ഓഹരി ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്നത്. പിന്നുള്ളത് PFC ആണ്. പൊതുമേഖല ഓഹരിയാണ്. 2 രൂപ 5 പൈസ വീതമാണ് ഒരു ഓഹരിക്ക് ഡിവിഡൻഡ് നൽകുന്നത്. ജൂൺ 13 ഇതിൻ്റെ എക്സ് ഡേറ്റ് 418 രൂപ നിലവാരത്തിൽ വ്യാപാരം ചെയ്യപ്പെടുന്ന ഓഹരിയാണ് PFC. റെഗുലറായിട്ട് ഡിവിഡൻഡ് പേ ചെയ്യുന്ന നിക്ഷേപകർക്ക് കൈമാറുന്ന ഓഹരിയുമാണിത്. പിന്നീടുള്ളത് DAM ക്യാപിറ്റൽ അഡ്വൈസേഴ്സ് എന്ന ഓഹരിയാണ്. ഓരോ ഓഹരിക്ക് 1 രൂപ വീതം ലാഭവിഹിതം നൽകുന്നു. ജൂൺ 13 ഇതിൻ്റെ എക്സ് ഡേറ്റ് 289 രൂപ നിലവാരത്തിലാണ് ഈ ഓഹരി ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്നത്. പിന്നീടുള്ള JM ഫിനാൻഷ്യലാണ്. 2 രൂപ 70 പൈസ വീതം നിക്ഷേപകർക്ക് ലാഭവിഹിതം നൽകുന്നു. ജൂൺ 13 ഇതിൻ്റെ എക്സ് ഡേറ്റ് 142 രൂപ നിലവാരത്തിലാണ് ഈ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. പിന്നീടുള്ളതും ഒരു പൊതുമേഖല ബാങ്കിങ് ഓഹരി കാനറ ബാങ്കാണ്. 4 രൂപ വീതം നിക്ഷേപകർക്ക് ലാഭവിഹിതം നൽകുന്നു. ജൂൺ 13 ഇതിൻ്റെ എക്സ് ഡേറ്റ് 116 രൂപ നിലവാരത്തിലാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. പിന്നീടുള്ള സ്മൃതി ഓർഗാനിക്സ് എന്ന ഒരു സ്മോൾ ക്യാപ്പ് ഓഹരിയാണ്. 1.5 രൂപ വീതമാണ് നിക്ഷേപകർക്ക് ലാഭവിഹിതം നൽകുന്നത്. ജൂൺ 13 ഇതിൻ്റെ എക്സ് ഡേറ്റ് 127 രൂപ നിലവാരത്തിലാണ് സ്മൃതി ഓർഗാനിക്സ് എന്ന ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ മേൽ സൂചിപ്പിച്ച 29 ഓഹരികളാണ് ജൂൺ 9 മുതൽ 13 വരെയുള്ള വ്യാപാരാഴ്ച കാലയളവിൽ നിക്ഷേപകർക്ക് ലാഭവിഹിതം നൽകാൻ പോകുന്നത്. ഇതിൽ 5 വീതം അദാനി ഓഹരികളും ടാറ്റ ഓഹരികളും ഉണ്ടെന്ന് സൂചിപ്പിച്ചു. 8 ഓഹരികൾ 10 രൂപയിലധികം പ്രതി ഓഹരി 10 രൂപയിലധികം വീതമുള്ള ലാഭവിഹിതം നൽകുന്നുണ്ട്. അതിൽ 3 ടാറ്റ ഗ്രൂപ്പ് ഓഹരിയാണ്. ഒരു പബ്ലിക് സെക്ടർ ബാങ്ക് ഓഹരിയുമുണ്ട്. അപ്പോൾ ഇത് ഡിവിഡൻഡ് മാത്രം ലക്ഷ്യമിട്ട് ഈ ഓഹരികൾ പരിഗണിക്കുന്നതിനായിട്ട് സൂചിപ്പിച്ചവയല്ല, മറിച്ച് കമ്പനിയെ ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നൽകുന്നതിൻ്റെ ഭാഗമായാണ് ഈ വീഡിയോ പങ്കുവച്ചത്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല, പക്ഷേ മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു മാത്രം. എല്ലാവർക്കും വരുന്ന ആഴ്ച ഒരു നല്ലൊരാഴ്ച ആശംസിച്ച് നിർത്തുന്നു. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.